ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് സീസൺ 8 അഗ്നിമരിച്ച സീസൺ 1 എപ്പിസോഡ് നമ്പർ 7. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ നടക്കുന്ന നമുക്ക് നോക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ കഴിഞ്ഞ എപ്പിസോഡിൽ ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയ ആൾക്കാരുണ്ട്, അവർക്ക് നോ എവിക്ഷൻ. അവർക്ക് ഈ എപ്പിസോഡിൽ നോ എവിക്ഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഗ്രൂപ്പിനെ എങ്ങനെയാണ് സെലക്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. അതിൽ എല്ലാവരും ഇമോജീസ് ആണ് സെലക്ട് ചെയ്യണത്. അപ്പോൾ 4 ഇമോജീസ് ഉണ്ട്: കിസ്സിങ്, ഏഞ്ചൽ, ഡെവിൾ ആൻഡ് മിങ്കി. ഈ ഇമോജീസ് ആർക്കൊക്കെ കിട്ടുന്നു അവർക്ക് 4 ഗ്രൂപ്പ്സ് ആണ്. അവർ 4 ഗ്രൂപ്പിലേക്ക് ഡിവൈഡ് ചെയ്ത് പോകും. 4 ഗ്രൂപ്പ് ആരൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിസ്സിങ് ഇമോജി റിയാസിനും, ആൻഡ് ഏഞ്ചൽ അഖിലിനും, ഡെവിൾ രഞ്ജിനി, വിങ്കി ആൻഡ് റെനീഷ. ഈ 4 എണ്ണമാണ് 4 ഗ്രൂപ്പിനുള്ള ഇമോജീസ്. അവർ ഇമോജി സെലക്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് എത്ര പേരാണോ അത്ര പേരാണ് ഇമോജി സെലക്ട് ചെയ്തിട്ട് അവരുടെ സീറ്റിൽ പോയിരിക്കുകയാണ്. അതിനുശേഷം അവർക്കൊരു ടാസ്ക് കൊടുക്കുകയാണ്. ടാസ്ക് എന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും ഒരു ടോപ്പിക് കൊടുത്തിട്ട് ആ ടോപ്പിക് കുറിച്ച് സംസാരിക്കാനുള്ള ഇതാണ്. കഴിഞ്ഞ എപ്പിസോഡും സെയിം സംഭവം ഉണ്ടായിരുന്നല്ലോ. അതേപോലെ അഭിറാമിന് വിൽ പവറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ അഭിറാം പറയുകയാണ്, അബ്രാമിന്റെ ബാക്ക് ഇഞ്ചുറീസ് ഒക്കെ പറ്റിയിട്ടുള്ള ഒരാളാണ്. പിന്നെ വീട്ടിൽ നിന്നൊക്കെ പുറത്താക്കി അങ്ങനത്തെ ഒരു ടോപ്പിക് അവിടെ സംസാരിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് അബ്രാം കടന്നു വന്നിട്ടുള്ളത്. പിന്നെ ഷീജിൻ, നമ്മുടെ ഒരു ഡാൻസർ കോറിയോഗ്രാഫർ ഒക്കെ ഉണ്ടല്ലോ ഷീജിൻ. അപ്പൊ മദറിനെ കുറിച്ചിട്ടുള്ള ടോപ്പിക്കാണ് ഷീജിൻ കൊടുക്കുന്നത്. അവനും മദറിന് ഭയങ്കര ബോണ്ടിങ് ഉള്ള ആൾക്കാരാണ്. അപ്പൊ അമ്മയ്ക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ള ഒരു ടോപ്പിക്കാണ് അവനും കിട്ടിയിട്ടുള്ളത്. പിന്നെ എന്താണ് അഫിനിയാസ്, അങ്ങനത്തെ ഒരു നിയമമുള്ള ഒരു ലേഡി ഉണ്ടല്ലോ, അതിന് എന്താണ് കോൺഫിഡൻസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈശാഖ് ചൈൽഡ്ഹുഡ്, അങ്ങനെ ഷിഞ്ചിത്തിന് ഫ്രണ്ട്, അളകനന്ദ മദർ, അങ്ങനെ സെയിം ഓരോരുത്തർക്കും ഓരോരോ ടോപ്പിക് വെച്ചിട്ടാണ് ഇപ്രാവശ്യം പോയിട്ടുള്ളത്. അപ്പം അത് കഴിഞ്ഞിട്ടൊരു ടാസ്ക് കൊടുക്കുക, എല്ലാവർക്കും കൂടിയിട്ടൊരു ടാസ്ക്. ഇപ്പം നമ്മൾ നേരത്തെ ഗ്രൂപ്പ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഗ്രൂപ്പിനെ വെച്ചിട്ട് റിയാസ്, രഞ്ജിനി, അങ്ങനെ റെനീഷ, അഖിൽ എന്ന് പറഞ്ഞ 4 ടീംസ് ഉണ്ട്. 4 ടീംസ് വെച്ചിട്ട് ആദ്യത്തെ ടീം വരുന്നത് റിയാസ് ആൻഡ് രഞ്ജിനിക്കാണ് ആദ്യത്തെ ഇത് വരുന്നത്. ആദ്യത്തെ ടാസ്ക് വരുന്നത്. ആ ടാസ്ക് എന്ന് പറയുമ്പോൾ കപ്പ് ടാസ്ക് ആണ്. അതിൽ കപ്പ് നിവർത്തി വെച്ചിട്ടുണ്ടാവും, കമിഴ്ത്തി വെച്ചിട്ടുണ്ടാവും. കറക്റ്റ് പൊസിഷനും കമിഴ്ത്തി വെച്ചിട്ടുണ്ടാവും. അത് ആരൊക്കെ കമിഴ്ത്തി വെക്കണം, നിവർത്തിയും വെക്കണം. അപ്പോൾ ഓപ്പോസിറ്റ് ചെയ്യണം. അപ്പൊ അതിൽ ആരൊക്കെയാണോ ബെറ്റർ ആയിട്ട് ചെയ്യണത് അവരാണ് ജയിക്കണത്. അപ്പൊ അതിൽ തന്നെ ജയിച്ച ടീം രഞ്ജിനിയുടെ ടീമാണ്. റിയാസും രഞ്ജിനിയും വന്നിട്ട് രഞ്ജിനിയുടെ ടീമാണ് അത് ജയിക്കുന്നത്. അതിൽ തന്നെ കുറച്ച് ആൾക്കാരെ പിടിച്ച് ഔട്ട് ഹൗസിലും പിടിച്ചിടും അതില് മൊത്തത്തില്. അപ്പൊ സെക്കൻഡ് ടാസ്ക് വന്നപ്പോ റെനീഷ ആൻഡ് അഖിൽ അങ്ങനെ അവരുടെ ടീമാണ് മത്സരിച്ചത്. അത് മത്സരിച്ചപ്പോൾ എന്താണ് ഭയങ്കര അവിടെ ക്ലാഷസ് ആണ്. കാരണം ആദ്യത്തെ 2 ടീം മത്സരിച്ചപ്പോൾ ഉണ്ടായതിനെക്കാട് ഭയങ്കര കയ്യാങ്കളിയിലൊക്കെയാണ് അവിടെ ടാസ്ക് പോകുന്നത്. അപ്പൊ ചിലരും വെക്കുമ്പോൾ മറ്റേ അതിന് മുന്നത്തെ ഒരു 2 ടീം മത്സരിച്ചല്ലോ, റിയാസ് ആൻഡ് രഞ്ജിത്ത്, അവരൊരു മാന്യമായിട്ടാണ് അവർ ഓരോ കപ്പ് അടുക്കി വെക്കുകയും ചെയ്യുകയും മറ്റുള്ളവരെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ. പക്ഷെ ഇവരങ്ങനെയല്ല, ഇവര് മറ്റൊരു ചെയ്യുമ്പോൾ അതിനെ മൊത്തത്തിൽ പൊളിച്ചടുക്കുകയാണത്. ഒരാൾക്ക് വെക്കാനുള്ള ഒരു ടൈം പോലും കൊടുക്കില്ല. ഒരു നയന ഫുള്ളി എല്ലാം അലങ്കോലമാക്കിയിട്ടൊക്കെയാണ് ഇറങ്ങി പോകുന്നത്. അപ്പൊ അതിൽ ജയിച്ചത് അഖിലിന്റെ ടീം തന്നെയാണ്. അതിൽ ലാസ്റ്റ് എൽദോ പോയിട്ട് 13 കപ്സ് എന്തോ കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്ത് വെക്കണുണ്ട്. ആ പ്ലേസ്മെന്റിൽ അവർ ജയിക്കണുണ്ട്. അതിനെ കുറച്ചൊരു അഭിറാം വന്നിട്ട് അത് ചെയ്യണുണ്ട്, എല്ലാം പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതുകൊണ്ട് കാര്യം ഉണ്ടായില്ല, അഖിലിന്റെ ടീം തന്നെ ജയിച്ചു. അതില് ഔട്ട് ഹൗസിൽ പോകുന്നത് എല്ലാവരും ഇൻഡിവിജ്വലി പെർഫോമൻസും എല്ലാം നോക്കിയിട്ട് ഔട്ട് ഹൗസിൽ പോകുന്നത് റേബിൻ, അളകനന്ദ, അഭിറാം, പ്രണവ്, നയനാൻ, അപർണ, ഇവരെല്ലാവരും ഔട്ട് ഹൗസിൽ പോവുക. പിന്നെ ഇന്നത്തെ പെർഫോമൻസ് എല്ലാം നോക്കിയിട്ട് പേഴ്സണാലിറ്റി പറയാനുള്ളൂ ജഡ്ജസ്. അതൊക്കെ വെച്ച് നോക്കിയിട്ട് ഇൻഫിനിറ്റി പെനന്റ് കിട്ടിയത് 3 പേർക്കാണ്: എൽദോ, രാകേഷ് ആൻഡ് ഷാമോനും എന്താണ് രാകേഷും തമ്മിൽ നല്ലൊരു അവിടെ നല്ലൊരു കളിയാണ് അവിടെ നടന്നത്. ആദ്യത്തെ ടാസ്കിൽ ആ ടാസ്കിൽ നല്ലപോലെ അവർ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 2 പേർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് 2 പേർക്കും നല്ല രീതിയിൽ കളിച്ചുകൊണ്ട് തന്നെ കിട്ടിയതിൽ നമുക്ക് സന്തോഷമാണ്. നല്ല രീതിയിൽ തന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഔട്ട് ഹൗസിൽ പോയവർക്ക് ഒന്നും കൂടി ജഡ്ജസിനെ കൺവിൻസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു ലാസ്റ്റ് ചാൻസ് ആയിട്ടൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ഡിബേറ്റ് പോലെ.
അപ്പൊ ആ ഡിബേറ്റ് അഭിറാം വേഴ്സസ് റെയ്ബിൻ, അങ്ങനെ അവര് രണ്ടുപേരും തമ്മിൽ ടോക്കാണ്. പിന്നെ നയന വേഴ്സസ് പ്രണവ്, അളകനന്ദ വേഴ്സസ് അപർണ. ഇവര് മൂന്ന് പേര് മീൻസ് 3 ടീമായിട്ട് 6 പേർക്കും ഒരു ഡിബേറ്റ് കൊടുക്കുക. ഡിബേറ്റ് കൊടുത്തിട്ട് അതിൽ നിന്നും എവിക്ഷൻ അവർ ചൂസ് ചെയ്യുകയാണ്. അതിൽ നിന്ന് എവിക്ഷൻ ചൂസ് ചെയ്തത് അപർണ എവിക്റ്റായി, നയന, റെയ്ബിൻ, അഭിറാം എവിക്ഷനിൽ പോയി. പക്ഷെ എനിക്ക് തോന്നുന്നത് അഭിറാം കുറച്ചുകൂടി നിൽക്കാൻ ഡിസേർവ്ഡ് ആയിരുന്നു എനിക്ക് തോന്നുന്നു. പക്ഷെ അഭിറാമിനെ അവർ പുറത്താക്കി. പക്ഷെ അഭിറാം കുറച്ചും കൂടി നിൽക്കാൻ, അല്ലെങ്കിൽ ബിഗ് ബോസ് ടേക്ക് വരെ കയറാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, അവര് പുറത്താക്കി. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ നമുക്ക് അടുത്ത വീട്ടിൽ കാണുന്നവരെ സൈൻ ഓഫ്. ഗുഡ് ബൈ.